വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിൻ്റെ 103-ാം സൂക്തം പുതിയ കാലത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകേണ്ടതാണ് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. സത്യവിശ്വാസികളുടെ സാഹോദര്യം, സത്യവിശ്വാസികൾക്കുണ്ടായിത്തീരേണ്ട ഐക്യം, നന്മ, ഇതെല്ലാം വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാക്കി കണക്കാക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അത് ഏറ്റവും മനോഹരമായി പ്രാവർത്തികമാക്കിയ ഒരു മതസംവിധാനവുമാണ് പരിശുദ്ധ ഇസ്ലാം. പരസ്പരം തമ്മിലടിപ്പിച്ചും പരസ്പരം ക്രൂദ്ധമായ ഭാവത്തോടെ നോക്കി നിന്നിരുന്ന ഒരു ജനവിഭാഗത്തെ വളരെ വലിയ സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും വഴിയിലേക്ക് എത്തിച്ച ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. എത്രയോ വലിയ ഉദാഹരണങ്ങളാണ് സത്യവിശ്വാസത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാവുക. യുദ്ധമുഖത്ത്, പോർക്കളത്തിൽ വീണ് ശരീരമാകെ വ്രണപ്പെട്ട് മരണവക്ത്രത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ പോലും വെള്ളത്തിനായി ദാഹജലം ആവശ്യപ്പെടുന്ന നേരത്ത് ആ ദാഹജലം കൊണ്ടുവരപ്പെടുന്നതിന് മുമ്പേ തൊട്ടടുത്ത് അതേ മരണവക്ത്രത്തിൽ കിടക്കുന്ന സഹോദരൻ്റെ ആർത്തനാദം, അതേപോലെ തന്നെ ദാഹജലത്തിന് വേണ്ടിയുള്ള ആവശ്യം വരുമ്പോൾ എനിക്കത് വേണ്ട, അദ്ദേഹത്തിന് കൊടുത്തേക്കൂ എന്ന് പറയുന്ന വിധം അങ്ങനെ ഓരോ പോരാട്ട വീര്യമുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ യുദ്ധമുന്നണിയിൽ അങ്ങനെ വീണ് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തങ്ങൾക്ക് ആവശ്യമായ ദാഹജലം ലഭിക്കാൻ വേണ്ടിയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ സഹോദരൻ്റെ ആവശ്യത്തെ പരിഗണിക്കൂ എന്ന് പറയപ്പെട്ടു പോയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമേൽ വൈകാരിക നിർഭരമായ ഒരു ചരിത്രമാണ്. അത്രമേൽ സാഹോദര്യത്തിൻ്റെ ബന്ധുത്വം എന്ന് പറയുന്നതിനെ ഇത്രമേൽ കൃത്യമായി പ്രയോഗവൽക്കരിച്ച ഒരു മതസംവിധാനമാണ് പരിശുദ്ധ ഇസ്ലാം. പരസ്പരം പോരടിച്ചവരാണ്, ഗോത്രവർഗങ്ങളായി തമ്മിലടിച്ചവരാണ്. പക്ഷെ അവരെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യോജിപ്പിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറയുന്നത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഹബ്ലുല്ലാ,
പരിശുദ്ധ ഖുർആനിൻ്റെയും പരിശുദ്ധമായിട്ടുള്ള തിരുസുന്നത്തിൻ്റെയും അതുവഴി വന്നിട്ടുള്ള പാരമ്പര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അത് ഹബ്ലാണ്, അള്ളാഹുവിൻ്റെ പാശമാണ്. അതെല്ലാവരും മുറുകെ പിടിക്കുമ്പോൾ എന്തേ ഉണ്ടാവുന്നത്? ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കലാണ്. അവരൊരുമിച്ച് ഒരേപോലെ ഒരുമിച്ച് നിൽക്കലാണ്. അവിടെ ഭിന്നിക്കുകയല്ല, മറിച്ച് പരസ്പരമുള്ള ആ വല്ലാത്ത സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബലം അവർ കാണിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്കു മേലുള്ള നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഓർക്കണം. ഏതു കാലത്തെയും ജീവിക്കുന്ന ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്ര വരെ എത്തിയത് എന്നതിനെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ കാലങ്ങളുടെ പിന്നാമ്പുറങ്ങൾ ആലോചിക്കണം. വെറുതെ വന്നതല്ല, വെറുതെ വന്നപ്പോൾ കിട്ടിയ ഒരു പരവതാനിയിൽ കിടന്നുപോയതല്ല. നിരന്തരമായ പരിശ്രമത്തിൻ്റെയും നിരന്തരമായ പ്രയത്നത്തിൻ്റെയും ഫലമായി ലഭിക്കപ്പെട്ട സ്വസ്ഥതയും സമാധാനവുമാണ്, ഐക്യവുമാണ് നിലനിൽക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ടാണ് വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും എന്ന് പറയുന്നത്. നിങ്ങളത്തരം ഓർമ്മകളിലേക്ക് പോകണം. ഓർമ്മകൾ സജീവമാക്കാത്ത ഒരു ജനതയും ജയിച്ചിട്ടില്ല. തങ്ങളുടെ മുന്നേ നടന്നുപോയവരുടെ ജീവിതങ്ങളെ ഓർക്കാത്ത ഒരു ജനത, അത്രമേൽ നിന്ദ്യരായ മറ്റേതു ജനവിഭാഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്കുമേൽ അള്ളാഹു തന്ന അനുഗ്രഹമുണ്ട്. ഏതാണ് ആ അനുഗ്രഹം? ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നുമല്ലാത്തൊരു ജനവിഭാഗത്തിൽ നിന്ന് ലോകം വല്ലാതെ ശ്രദ്ധിച്ച ഒരു സമൂഹവും സംസ്കാരവുമായി വളർന്നു വന്നവരാണ് മുസ്ലിങ്ങൾ. അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ ചരിത്രം തന്നെ എത്രമേൽ അഭിമാനകരമാണ്, എത്രമേൽ അത്ഭുതകരമാണ്. അവർ 100 ആണ്ട് കഴിയുമ്പോൾ ലോക ചരിത്രത്തിൽ അവരുണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ തന്നെ എത്ര അഭിമാനകരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ അറബ് സമൂഹത്തിൻ്റെ ചരിത്രത്തെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെ ചരിത്രത്തെയും അദ്ദേഹം മനോഹരമായി വീക്ഷിക്കുന്നത് കാണാനാവും. യൂറോപ്പ് വളരെ 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 പിന്നിലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. യൂറോപ്പ് വാസ് ബാക്ക്വേർഡ് ഇൻ ലേണിംഗ്, ആർട്സ്, സയൻസ് ആൻഡ് ഓൾ എമ്യൂണിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ തുരുത്തിലും പിന്നിലായിരുന്ന ഒരു ജനതയായിരുന്നു യൂറോപ്പ്. എല്ലാ അർത്ഥത്തിലും വായിക്കാനോ പഠിക്കാനോ അന്വേഷിക്കാനോ ഒന്നും അത്തരം ഒരു ജനിതകമായ ത്വരയില്ലാതെ പോയിട്ടുള്ള ഒരു സംസ്കാരം മാത്രമായി നിന്നിരുന്ന ഒരു ജനതയാണവർ. ആ ജനതയെ ആരാ പ്രകോപിപ്പിച്ചത്? ആരാ വൈജ്ഞാനികമായി ഉണർത്തിയത്? നെഹ്റുവിന് സംശയമില്ല, ചരിത്രത്തിന് സംശയമില്ല. അദ്ദേഹം പറയുന്നു, ഇറ്റ് വാസ് അറബ് സ്പെയിൻ. അത് അറബ് സ്പെയിനാണ്. ഏതാ അറബ് സ്പെയിൻ? എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കെർഡോവ യൂണിവേഴ്സിറ്റിയാണ്. കെപ്റ്റ് ദ ലാംബ് ഓഫ് ലേണിംഗ്. അദ്ദേഹത്തിൻ്റെ ഭാഷ അതിമനോഹരമാണ്. അദ്ദേഹം പറയുന്നു, അത് യൂറോപ്പിൻ്റെ ഇരുണ്ട അജ്ഞാനാന്ധകാരത്തിലൂടെ ഒരു ദീപശിഖയാണ് വെളിച്ചം പകർന്ന് നടന്നുപോയത്. കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ദീപശിഖ. അത് പരിശുദ്ധ ഇസ്ലാം ഉണ്ടാക്കിയെടുത്ത മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും സമൂഹത്തിൻ്റെയും അവർ പടുത്തുയർത്തിയ, അവർ നിർമ്മിച്ചെടുത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി യൂറോപ്പിൻ്റെ കവാടത്തിൽ കൊണ്ടുപോയി സ്പെയിനിൽ കെർഡോവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് അറബുകൾ, മുസ്ലിം സമൂഹം ആ അർത്ഥത്തിൽ യൂറോപ്പിൻ്റെ വെളിച്ചത്തിനും വൈജ്ഞാനികമായിട്ടുള്ള പ്രചോദനത്തിനും കാരണമായി തീർന്നത്. അതാണ് നെഹ്റു പറഞ്ഞു വച്ചത്. അതെത്രയോ ആളുകൾ, പി കെ ഹിറ്റിയെപ്പോലെ, അതായത് ഫിലിപ്പ് കെ ഹിറ്റിയെപ്പോലെയുള്ള പ്രഗത്ഭരായ ചരിത്രകാരന്മാർ, മുസ്ലിം സ്പെയിൻ wrote one of the brightest chapters in the intellectual history of medieval Europe. മധ്യകാല യൂറോപ്പിൻ്റെ ധൈഷണികമായ ചരിത്രത്തിൽ വലിയ അധ്യായങ്ങൾ, സുവർണാധ്യായങ്ങൾ എഴുതിയത് മുസ്ലിങ്ങളാണ്. ഏതാ ഈ സുവർണാധ്യായം? അവർ പഠിച്ച ശാസ്ത്രം, അവർ പഠിച്ച വൈജ്ഞാനികമായിട്ടുള്ള എല്ലാ സംരംഭങ്ങളും അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. മുസ്ലിങ്ങളുടെ പ്രേരകത്വം കൊണ്ടാണ്. ഞാനത് പറയാൻ കാരണം അതെല്ലാം നമ്മുടെ ഓർമ്മകളെ അത്രമേൽ ത്രസിപ്പിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തങ്ങളായതുകൊണ്ടാണ്. അതാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം. കേരളത്തെ ഓർക്കണം. ഞാനത് പറയാൻ വേണ്ടി തന്നെയാണ് ഈ വിഷയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ നാടിനെ ഓർക്കണം. ഈ നാടിൻ്റെ അതിമനോഹരമായ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും അതുണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ പുരോഗതിയുടെയും സാമൂഹിക നവോത്ഥാനത്തിൻ്റെയും ചരിത്രത്തെ നന്ദിയോടെ സ്മരിക്കാൻ നമുക്ക് സാധിക്കണം. തകർത്തെറിയാൻ ഒരല്പനിമിഷം മതി.
നിർമ്മിക്കാൻ ഒരുപാട് സമയം വേണം. വലിയ പ്രയത്നങ്ങളുടെയും വലിയ തീവ്രമായ പ്രയത്നങ്ങളുടെ അതിൻ്റെയൊക്കെ സമാഹാരമായി കിട്ടിയതിനെ തകർക്കാൻ അരനിമിഷം മതിയാകും. അരനിമിഷം. എല്ലാം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ സ്പെയിനിൽ സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കും. എന്താ സ്പെയിനിലും സംഭവിച്ചത്? സ്പെയിനിൽ സംഭവിച്ചത് ഇതേ മുസ്ലിം അഭിമാനകരമായ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ കാമ്പും കാതലുമുണ്ടായിരുന്ന സമൂഹം ഒടുക്കം ആ വലിയ സാംസ്കാരിക നിർമ്മിതികളുടെ താക്കോൽ കൂട്ടങ്ങൾ കൊണ്ടുപോയി യൂറോപ്പിൻ്റെ കുരിശുയോദ്ധാക്കളുടെ നേതാക്കളുടെ കൈകളിൽ വച്ചു കൊടുക്കേണ്ടി വന്നു. ഫെർഡിനൻഡിൻ്റെയും ഇസബല്ലയുടെയും കൈകളിലേക്ക് ഇസ്ലാമിക സംസ്കൃതിയുടെ രാജകൊട്ടാരങ്ങളുടെ കവാടങ്ങളുടെ താക്കോലുകൾ കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അതിൻ്റെയൊക്കെ മുമ്പ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ ഒക്കെ ആ പാരമ്പര്യത്തിൽ വന്ന അവസാനത്തെ മൂർ, ആഫ്രിക്കൻ വംശജരാണ് മൂർ. അവസാനത്തെ മൂറിനോട് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറയുന്നുണ്ട്, മോനെ, സാംസ്കാരിക നിർമ്മിതി നടത്തുകയും അഭിമാനകരമായി ഇസ്ലാമിക നവോത്ഥാനം നടത്തുകയും ചെയ്ത പിതാക്കൾ ആത്മാഭിമാനത്തോടെ ജീവിച്ച കാലത്ത് നിന്ന് എല്ലാം മറന്ന് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഒടുക്കം ഒരു നായയെപ്പോലെ മോങ്ങാനല്ലാതെ നിനക്കെന്ത് സാധിച്ചു എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഇപ്പോൾ എനിക്ക് ദുആ ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഖുർആനികമായിട്ടുള്ള ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ മറന്നു പോകരുത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നുമായിരുന്നില്ലാത്തൊരു കാലമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ഇങ്ങനെയൊന്നുമല്ലാതിരുന്ന ഒരു കാലം. ഏതാണ് ആ കാലം? ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. പരസ്പരം കടിച്ചുകീറാൻ വേണ്ടി കാത്തുനിരുന്ന ഗോത്രകൗര്യങ്ങളുമായി നിന്ന ഒരു ജനതയായിരുന്നു നിങ്ങൾ. ആ ജനതയെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംയോജനം തന്നു, സൗഹൃദം തന്നു. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാക്കി തന്നതാണ്. ആ സംയോജനത്തിൻ്റെ ഭാഗമായി ഫഅസ്ബഹ്തും ബിനിഅമതി ഇഖ്വാനൻ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ വലിയ സഹോദരന്മാരായി. പരസ്പരം സ്നേഹിക്കാനും സ്വന്തം സ്വത്ത് പോലും പകുതി തൻ്റെ മുഹാജിറായ അനുയായിക്ക് തിരിച്ചു കൊടുക്കാൻ, സഹോദരന് കൊടുക്കാനും സാധ്യമാകുന്ന വിധം അത്തരമൊരു വല്ലാത്ത സാഹോദര്യത്തിൻ്റെ ബാന്ധവം കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ആ പാശത്തെ മുറുക്കിക്കെട്ടി. ആ സാഹോദര്യത്തിൻ്റെ പാശം കൊണ്ട് അങ്ങനെ മുറുക്കിക്കെട്ടിയപ്പോൾ വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നിങ്ങൾ നരകത്തിലേക്ക് അരികിലേക്ക് എത്തിയവരായിരുന്നു. സാംസ്കാരികമായി നശിച്ച് പരസ്പരം ഗോത്രവർഗങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് അത്തരം വലിയ സംഹാരാത്മകമായ ഒരർത്ഥത്തിൽ നിന്നിരുന്ന ഒരു ജനതയായിരുന്നു നിങ്ങൾ. എന്നിട്ട് ഫഅൻഖദകും മിൻഹ, അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾക്ക് ഹിദായത്ത് സിദ്ധിക്കുമെങ്കിൽ ഈ വിഷയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു പറയുന്നത് ഇങ്ങനെയാണ് എന്ന് അല്ലാഹു പറയാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും, ഇപ്രകാരമാണ് അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങളെ വിശദീകരിച്ചു തരുന്നത്. നിങ്ങൾ ശത്രുക്കളുടെ കെണിയിൽ വീഴാതിരിക്കാൻ, ശത്രുവിൻ്റെ ചിരിയിൽ വീഴാതിരിക്കാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. മുഅ്മിനീങ്ങളെ നമ്മൾ ഓർക്കണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, പെട്ടെന്ന് കടുത്ത ദാരിദ്ര്യവും അതുപോലെ തന്നെയുള്ള ബലാഉകളും ഒന്നും വരാതെ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനും അതുപോലെ തന്നെ വലിയ പരാജയങ്ങൾ സംഭവിക്കാതിരിക്കാനും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനും അതുപോലെ ശത്രു ചിരിക്കാതിരിക്കാനും കാവൽ തേടിയിരുന്നു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രു ചിരിക്കൽ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ ശത്രു ആർക്കു വേണ്ടിയാണ് ചിരിക്കുന്നത്? ശത്രു മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടുമ്പോൾ ചിരിക്കുന്നു എന്നതാണ് അർത്ഥം. അതുകൊണ്ടാണ് പുണ്യനബി യതഅവ്വദു മിൻ ജഹ്ദിൽ ബലാ വദർകിശ് ശഖാ വസൂഇൽ ഖലാ വശമാതത്തിൽ അദാ. ശത്രുവിൻ്റെ സന്തോഷം, ശത്രുവിൻ്റെ ചിരി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ഈ രീതിയിൽ സമുദായത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ
ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചിലതുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും അത്ര വേദനാജനകമായ സംഭവ വികാസങ്ങളാണ്. ഞാൻ ഈ സമയത്ത് 1920കളിൽ സംഭവിച്ചിട്ടുള്ളൊരു വലിയ ദുരന്തം മുസ്ലിം ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല. മുസ്ലിം ലോകത്ത് അന്നുവരെ നിലനിന്നിരുന്നത് ഒരു ഏകോപിതമായിട്ടുള്ളൊരു ഇസ്ലാമിക ഭരണ സംവിധാനമാണ്. മുസ്ലിം സമൂഹത്തിനൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. ആ യൂണിറ്റി ആയിരുന്നു ഇസ്ലാമിക തുർക്കി, അതായത് ഉസ്മാനിയ ഖിലാഫത്ത്, ഒത്തോമൻ എംപയർ. ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യം യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചതും അത് ഉണ്ടാക്കിയെടുത്തതും ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ അതിനുവേണ്ടി നിശ്ചയിച്ച ഒരാൾ നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാനാവും. T.E. ലോറൻസ് ആണ്. തോമസ് എഡ്വേർഡ് ലോറൻസ്. തോമസ് എഡ്വേർഡ് ലോറൻസ് അദ്ദേഹം മുസ്ലിം സമൂഹത്തിൽ പരസ്പരം ഭിന്നതയുണ്ടാക്കാനുള്ള നല്ല പരിശ്രമം നടത്തി. ആ പരിശ്രമങ്ങൾ കൂടി നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചരിത്രത്തെ ഉൾക്കൊള്ളുകയും വേണം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ ഒന്നുണ്ട്. കുറച്ചു കാര്യങ്ങളാണ് എന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള വിജയമുണ്ടാക്കി തന്നത് എന്നാണ്. വലിയ വിജയം എനിക്കുണ്ടാകാൻ കഴിഞ്ഞ ഒരു പ്രധാന കാര്യം എൻ്റെ പേനയുടെ അനർഗളമായി എൻ്റെ പേന ചലിച്ചു എന്നതാണ്. അത്രമേൽ എൻ്റെ പേനയിൽ ആശയങ്ങൾ വിരിഞ്ഞു വന്നപ്പോൾ അത് മുസ്ലിം ലോകത്തിൻ്റെ ഛിദ്രതയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായി. എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കുബുദ്ധിയായിരുന്നു. അദ്ദേഹം തന്നെ പറയാൻ, എൻ്റെ കുബുദ്ധിയായിരുന്നു. ആശയങ്ങൾ പറയാനുള്ളൊരു പേനയും കൃത്യമായി അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന അനർഗളമായൊരു സംസാര സാമാന്യമായിട്ടുള്ള അതിനുള്ള കഴിവും അത്രമാത്രം മതിയായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ആ ഭിന്നത രൂക്ഷമാക്കാൻ എന്ന് പറയുന്നത് തോമസ് എഡ്വേർഡ് ലോറൻസ് എന്ന് പറയുന്ന ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ ചരിത്രം എഴുതി വച്ച ഒട്ടേറെ കത്തുകുത്തുകളുടെ അത്തരം ആ രീതിയിലുള്ള ചരിത്രത്തിൻ്റെ പശ്ചാത്തലമുള്ള ലോറൻസിൻ്റെ ചരിത്രം നമ്മൾ വായിക്കണം. വളരെ കൃത്യമായി മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അവസാനം ചിരിച്ചതാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അവസാനത്തെ ചിരി സാമ്രാജ്യത്വത്തിൻ്റെ ചിരിയാണ്. ഇന്നും ആ ചിരി ഒരു അട്ടഹാസം പോലെ നമ്മൾ കേൾക്കാൻ, ഇന്നും ആ ചിരി കേൾക്കുകയാണ്. ലോറൻസ് പറഞ്ഞു വച്ചതും അങ്ങനെ തന്നെയാണ്. നാം യുദ്ധം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി ആദ്യമായി അവരെ തോൽപ്പിക്കുകയല്ല, അവരെ ഭിന്നിപ്പിക്കുകയാണെന്നാണ്. വെൻ വാർ ബ്രോക്ക് ഔട്ട്, യുദ്ധം പുറപ്പെടുമ്പോൾ അൻ അർജൻറ്റ് നീഡ് ടു ഡിവൈഡ് ഇസ്ലാമിനെ ആദ്യമായി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കണം, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കണം. ഹുസൈൻ വാസ് അൾട്ടിമേറ്റ്ലി ചോസൻ ബിക്കോസ് ഓഫ് ദ റിഫ്റ്റ് ഹീ കുഡ് ക്രിയേറ്റ് ഇൻ ഇസ്ലാം. ആരെങ്കിലും ഒരാളെ കിട്ടണം. അതാണ് ശരിക്കും ശത്രു എപ്പോഴും ചെയ്യുന്ന പണി. അതാണ് ഹുസൈൻ, അന്നത്തെ മക്ക ഗവർണറായിരുന്ന ഹുസൈൻ, ഷരീഫ് ഹുസൈൻ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകനെയുമാണ് ആദ്യമായി ബ്രിട്ടീഷുകാർ പിടിച്ചത്. അങ്ങനെ ഒരു അധികാര കേന്ദ്രത്തെ തങ്ങളുടെ കീഴിലാക്കി. എന്നിട്ട് തുർക്കി ഇസ്ലാമിക ഖിലാഫത്തിനെ എതിർക്കാനുള്ള സർവ്വസന്നാഹങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും തന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്, നമ്മൾ ഇയാളെ കൃത്യമായി ഉപയോഗിക്കണം, അയാളെ വച്ച് പണിയെടുക്കണം. അങ്ങനെ വന്നാൽ ഇൻ അതർ വേർഡ്സ്, അതിങ്ങനെ പറയലാണ് കൂടുതൽ ശരി. അയാൾ പറയാൻ ഇൻ അതർ വേർഡ്സ്, മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ഡിവൈഡ് ആൻഡ് റൂൾ. മുസ്ലിം സഹോദരന്മാരെ ഓർക്കണം, ഈ ചതി ഇനിയും പറ്റണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല എൻ്റെ വാക്കുകളെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാകും. അതുകൊണ്ട് പറയാൻ, ഇനിയും ഇത്തരം ചതികൾ പറ്റണമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ചരിത്രത്തിലെ മറ്റൊരു ചതി കൂടിയായിരിക്കും കേരളീയ മുസ്ലിം സമാജത്തിന് സംഭവിക്കുക എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. ഷരീഫ് ഹുസൈനെ കയ്യിൽ പിടിച്ചിട്ടാണ് പറഞ്ഞത്, ഇയാൾ നമുക്ക് പറ്റിയ ആളാണ്. ഇയാളുടെ അസൂയ, ഇയാളുടെ കുശുമ്പ്, ഇയാളുടെ അധികാര പ്രമത്തത, അയാളുടെ അഹങ്കാരം, അതുപയോഗിച്ചാൽ നമുക്ക് തുർക്കി ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തു തരിപ്പണമാക്കാനാകും എന്നായിരുന്നു ലോറൻസ് ഓഫ് അറേബ്യ കണ്ടെത്തിയത്. അതാണ് അയാൾ പറഞ്ഞു വച്ചതും. അങ്ങനെ ഇയാളെ കൊണ്ട് പരസ്പരം ഭിന്നത ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്യണം. അങ്ങനെ വന്നാൽ മുസ്ലിം ലോകത്തൊരിക്കലും സമാധാനം കിട്ടാത്തൊരവസ്ഥ സംജാതമാവും. അതായിരുന്നല്ലോ സംഭവിച്ചത്. അതാണ് സംഭവിച്ചത്. മുസ്ലിം ലോകത്തിനൊരു ഏകോപിതാഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തെ തച്ചു തകർത്തു കളയുമ്പോൾ നാം ചരിത്രത്തിൻ്റെ ഏറ്റവും വേദനാജനകമായൊരു മുഹൂർത്തത്തെ ഓർക്കാൻ, 1914 ഒന്നാം ലോക മഹായുദ്ധാനന്തരം അത് തകർത്തെറിയുമ്പോൾ അങ്ങനൊന്നും അവശേഷിക്കാത്ത വിധം
തുർക്കി എന്ന് പറയുന്നൊരു വലിയ ഇസ്ലാമിക രാഷ്ട്രം അവസാനിച്ചു പോകുമ്പോൾ സംഭവിച്ചത് എന്തൊക്കെയാണ്? അതിൻ്റെ മറ്റൊരു പിന്നാമ്പുറം എന്ന് പറയാവുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു നോവായി നിൽക്കുന്നതാണ് ഇന്നും നമ്മുടെ മുമ്പിൽ പലസ്തീൻ. അതെ, പലസ്തീൻ അതാണ്. പലസ്തീൻ ഉണ്ടായത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇതേ ബ്രിട്ടീഷുകാരൻ, ഇതേ ബ്രിട്ടൻ ഇപ്പോൾ ഈ ചതിയനായ ലോറൻസിനെ വിട്ട് മുസ്ലിം ലോകത്ത് കുഴപ്പമുണ്ടാക്കി ശത്രുവിൻ്റെ അവസാനത്തെ ചിരി പോലെ അവൻ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ പേനയും എൻ്റെ കുബുദ്ധിയും എൻ്റെ പ്രസംഗ വൈഭവം കൊണ്ട് ഒരു ജനതയെ പരസ്പരം തമ്മിലടിപ്പിച്ച് തീർക്കാൻ എനിക്ക് സാധിച്ച പ്രാഥമിക വിജയം എനിക്ക് നേടാനായി എന്നവൻ തന്നെ സൂചിപ്പിച്ച പോലെ, അങ്ങനെ ആരൊക്കെയോ പേനയുന്തുന്നുണ്ടെങ്കിൽ അവരോട് കൂടി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആരൊക്കെയോ മാറിയിരുന്ന ഈ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അത്തരം ലോറൻസുമാരെ തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് ബോധമുണ്ടാകണം എന്ന് പറയാനാണ്. അത് ഈ സമുദായത്തിന് ബോധമുണ്ടാവണം. അത്തരം ബോധ്യങ്ങളില്ലാതെ പോയാൽ ചരിത്രം വീണ്ടും തനിയാവർത്തനം പോലെ ആവർത്തിക്കുന്നൊരവസ്ഥയുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞു വന്നത്. 1917 ബാൾഫർ ഉടമ്പടി ഉണ്ടാകുന്നത്. ബാൾഫർ, അതായത് ബ്രിട്ടൻ്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൾഫർ ഉണ്ടാക്കിയ ഉടമ്പടി എന്താ? മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവരും വളരെ ന്യൂനപക്ഷമായി നിന്നിരുന്ന ഇസ്രയേൽ ജൂത വിഭാഗവും, അതായത് ഇസ്രയേൽ സന്താന പരമ്പരയിൽപ്പെട്ട ജൂത വിഭാഗവും, മറ്റൊരു ജൂത വിഭാഗമൊന്നും അന്ന് ഇസ്രായേലിലില്ല, അല്ലെങ്കിൽ പലസ്തീനിലില്ല. പലസ്തീൻ എന്നേ പറയാൻ പറ്റുമോ, ഇസ്രായേൽ എന്ന് പറയാനാവില്ല. ഇസ്രായേൽ അന്ന് വരെ അങ്ങനെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്ന ആരും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഓർക്കാണ്, പരിശുദ്ധ ഹെബ്രോൻ കുന്നിലേക്ക്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഖ്ബറയുള്ള, അതുപോലെ മഹാന്മാരായ പ്രവാചകന്മാരുടെ മഖ്ബറയുള്ള ഖലീൽ കുന്നെന്ന് പറയാം, ആ കുന്നിലേക്ക് ചെല്ലുന്ന നേരം അവിടെ ഞങ്ങളുടെ വാഹനം തടയപ്പെടുമ്പോൾ തടയപ്പെട്ട വാഹനത്തിൽ നിന്ന് ഞങ്ങളുടെ ഗൈഡ് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡുകളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് വല്ലാതെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് വളരെ പതുക്കെ ചോദിക്കാനാവൂ. കാരണം പ്രത്യേകിച്ചും പലസ്തീനികളാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പ്രകൃതിയാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്ന അവരുടെ സാമൂഹിക സാഹചര്യം നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ കാര്യമാണ്, എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച തൊട്ട ഒരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞാൻ ഇവിടെ ജീവിച്ചു പോയ ഒരു തലമുറയുടെ ബാക്കിപത്രമായിട്ടുള്ള ഒരു സൈനിക ഓഫീസറുടെ മുമ്പിലാണ് എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കാനും ആ കുന്നിലേക്ക് കയറാനും വേണ്ടി അനുവാദം ചോദിക്കാൻ ചെന്നു നിന്നിരുന്നെങ്കിൽ എനിക്ക് അഭിമാനമുണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് ഫിലിപ്പീനിൽ നിന്ന് വന്ന ഒരു ജൂതയായ, പിന്നെ മതം സ്വീകരിച്ചിട്ടുള്ള ജൂതമതം സ്വീകരിച്ച ഒരു ജൂത സ്ത്രീയുടെ മുമ്പിൽ ചെന്നു നിൽക്കാൻ എൻ്റെ പാരമ്പര്യം, എൻ്റെ കുടുംബ പാരമ്പര്യം, എൻ്റെ ജീവിതാനുഭവം, എൻ്റെ മുൻഗാമികൾ നടന്നുപോയ മണ്ണിൻ്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾക്ക് മുമ്പിൽ എനിക്ക് ദേഷ്യം വന്നു പോയതാണ് എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ കാരണം 1917 ബാൾഫർ ഉടമ്പടിയാണ്. ആ ബാൾഫർ ഉടമ്പടിയിലൂടെ അവിടേക്ക് ആർക്കും, അതായത് ഈ പറയപ്പെടുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ മതം സ്വീകരിച്ചവരും അല്ലെങ്കിൽ അങ്ങനെ പരമ്പരയാ വിശ്വസിച്ചവരുമായിട്ടുള്ള ആളുകൾക്ക് ചെല്ലാൻ സാധ്യമാകുന്ന ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന സമാധാനത്തോടെ ജീവിച്ചിരുന്ന അറബികൾ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളാകുന്ന മഹാഭൂരിപക്ഷം വരുന്നവരും ക്രൈസ്തവ സഹോദരന്മാരും. ആ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ അവിടെ വളരെ സമാധാനത്തോടെ ജീവിച്ചോടത്ത് നിന്നാണ് അതെല്ലാം തച്ചു തകർക്കുന്ന സാമ്രാജ്യത്തിൻ്റെ കുടില ബുദ്ധി പ്രവർത്തിച്ചതെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഗാന്ധിജിയെപ്പോലെയുള്ള നൈതിക ബോധമുള്ള മനുഷ്യർ അവർ പറഞ്ഞല്ലോ, പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടേതാണ്. പലസ്തീൻ ബിലോങ്സ് ടു അറബ്സ് ഇൻ ദ സെയിം സെൻസ് ഫ്രാൻസ് ബിലോങ്സ് ടു ഫ്രഞ്ച്, ബ്രിട്ടൻ ബിലോങ്സ് ടു ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് ഏതുപോലെയാണോ ബ്രിട്ടൻ, ഫ്രാൻസുകാർക്ക് ഏതുപോലെയാണോ ഫ്രാൻസ്, അതുപോലെ പലസ്തീൻ അറബികളോട് തന്നെയാണ്. അവർക്കുമേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഹ്യൂമൻ, അത് മനുഷ്യത്വരഹിതമായ ഏർപ്പാടാണ് എന്ന് ഗാന്ധിജി പറയുന്നത് കാണാം. ഞാൻ ആ ചരിത്രത്തിലേക്കല്ല പോകുന്നത്, മറിച്ച് ഈ ഒരു ബോധ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. അതായത് എന്താണോ ലോറൻസ് ചെയ്തു വച്ചത്, ലോറൻസ് വളരെ കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് അറബികളെ എങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കണം, അവരെ എങ്ങനെയൊക്കെ കുഴപ്പത്തിലാക്കണം. ഇഫ് ദ അറബ് നേഷൻ അസിസ്റ്റ് ഇംഗ്ലണ്ട് ഇൻ ദിസ് വാർ that has been forced upon us by Turkey, England will guarantee that no internal intervention takes place in Arabia. അതൊക്കെ വല്ലാത്ത കൊതിപ്പിക്കലാണ്. ഈ കൊതിപ്പിക്കലൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ
നിങ്ങൾ നമ്മളെ സഹായിച്ചാൽ നമ്മൾ നിങ്ങളെ സഹായിച്ചോളാം എന്ന് പറയുന്ന അത്തരം ശത്രുവിൻ്റെ ചിരി, ആ ചിരി കാണാതെ പോകണ്ട, ആ ചിരി കാണണം. പരിശുദ്ധ ഇസ്ലാമിനെ പച്ചയായി അതിനെ നിഷേധിക്കുകയും ശരീഅത്തിൻ്റെ പാഠങ്ങളെയും ശരീഅത്തിൻ്റെ സ്വഭാവത്തെയും പച്ചയായി വലിച്ചു കീറുകയും ചെയ്യുന്നവർക്ക് ആദരം കൊടുക്കുന്നതല്ല നീതി, അതല്ല ശരിയും. അങ്ങനെയല്ല ദീൻ നടക്കേണ്ടത്, അങ്ങനെ നടക്കുന്നതല്ല ദീൻ, അങ്ങനെ നടക്കുന്ന രീതിയല്ല പരിശുദ്ധ ദീനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ഇത്തരം ഒരു സ്വഭാവത്തെ, ഇത്തരം ഒരു അപജയത്തെ സ്വയം വിശകലനം ചെയ്യാൻ. ആത്മവിശകലനം കൊണ്ട് എന്താ സംഭവിക്കുക? ആത്മവിശകലനങ്ങൾ നടക്കണ്ടേ? ആത്മവിശകലനങ്ങൾ എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ നേതൃത്വവും അനുയായികളും നടത്തേണ്ട പണി തന്നെയാണ്. അവനവന് തിരിച്ചറിവുണ്ടാകണം. അവനവൻ്റെ തിരിച്ചറിവിൻ്റെ ആത്മവിശകലനങ്ങളിൽ നിന്ന് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച്, എന്തു സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ചരിത്രത്തിൻ്റെയും കൂടി ഉൾബലത്തോടെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചിന്തിക്കണം. ടർക്കിയെ തകർക്കാൻ, അതായത് തുർക്കിയെ അവസാനിപ്പിച്ചു കളയാൻ നിങ്ങൾക്കെല്ലാ സഹായവും തരാം. എന്തിനാ സഹായം? ആ സഹായം അവൻ്റെ അവസാനത്തെ കൊലച്ചിരി ചിരിക്കാനുള്ള ചിരിയായിരുന്നു എന്ന് അറബികൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വഴുകി. ഇന്നവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ലൗ അല്ലമത്തു ഉമ്മത്തി അദ്ദീനാറ വദ്ദറാഹിം നുസിഅത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം. അഷ്റഫുൽ ഖൽഖിൻ്റെ ഈ പരിശുദ്ധമായ വചനം നിങ്ങൾ ഓർക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ അല്ലമത്തു ഉമ്മത്തി അദ്ദീനാറ വദ്ദറാഹിം, ദിർഹമിൻ്റെയും ദീനാറിൻ്റെയും പിന്നാലെ എൻ്റെ സമുദായം പോകാൻ തുടങ്ങിയാൽ നുസിഅത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹൈബത്ത് അവരിൽ നിന്ന് വലിച്ചങ്ങ് ഊരിയെടുക്കപ്പെടും. അവരെക്കുറിച്ച് ആർക്കൊരു ബഹുമാനം ഉണ്ടാവില്ല. അവരെ അങ്ങനെ ആരെങ്കിലും ബഹുമാനിക്കുന്നൊരവസ്ഥയും ഉണ്ടാവില്ല. ഇത്ര വലിയ കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ബില്യൺസ് സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ള അറബ് രാജ്യങ്ങൾ, അത്ര വലിയ സൗകര്യങ്ങളും സാധ്യതകളും എല്ലാമുള്ള അറബ് രാജ്യങ്ങൾ, ആ അറബ് രാജ്യങ്ങളുടെ മൂക്കിൻ്റെ താഴെയാണ്, അവരുടെ തൊട്ടു താഴെയാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് കൈപിടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആർത്തനാദങ്ങൾ ഉയരുമ്പോൾ പോലും അവിടേക്ക് കേൾക്കാനുള്ള ഒരു ചെവിയില്ലാത്ത വിധം അവരുടെ ചെവികൾ ബധിരമായി പോയതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. നുസിഅത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹൈബത്ത് നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഹൈബത്ത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, എന്നെയും ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതൊക്കെ ഓരോ നേതാവിനെയും വെച്ചിങ്ങനെ പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ആരോ ശത്രു ശക്തമായി പിന്നിൽ നിൽക്കുന്നു എന്ന ബോധ്യം നമ്മൾ എന്നാണോ തിരിച്ചറിയുന്നത് അന്നേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച കാര്യം ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കുശുമ്പും ഈ അസൂയയും ഒക്കെ അവസാനിപ്പിക്കൂ എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ വലാ തഹാസദു, അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്, വലാ തഹാസദു, പരസ്പരമുള്ള തഹാസുദുകൾ അവസാനിപ്പിക്കുക. വലാ തനാജഷു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രഹസ്യങ്ങളെ ചോർത്തലും അവസാനിപ്പിക്കുക. വലാ തബാഗദു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പകകൾ തീർക്കാൻ വേണ്ടിയുള്ള പണി അവസാനിപ്പിക്കുക. വലാ തദാബറു, പരസ്പരം വിമുഖത കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പോകുന്ന പണിയും അവസാനിപ്പിക്കുക. അങ്ങനെ അവസാനിപ്പിച്ചിട്ട് വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, ഏ മുഅ്മിനീങ്ങളെ, ഏ അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ സഹോദരന്മാരായി ജീവിക്കുക. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, സത്യവിശ്വാസി ഒരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു, ഒരാളും ഒരാളെയും അപമാനിക്കുകയല്ല. മറ്റൊരാൾ മോശക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് അതിനുവേണ്ടി മേൽവിലാസം ഉണ്ടാക്കാനും മേനി നടിക്കാനും വേണ്ടിയല്ല, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപമാനങ്ങളും പരസ്പരമുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങളും ഒഴിവാക്കുക. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ കാര്യത്തിൽ അങ്ങനെ പരസ്പരം ഉണ്ടാകുന്ന ശത്രുതയുണ്ടാക്കിയെടുത്ത് അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയും അവനെ വലിച്ചു കീറുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങനെ ചെയ്യുന്നത് ഹറാമുൻ ദമുഹു വമാലുഹു വഇർലുഹു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമുൻ ദമു, അവൻ്റെ രക്തം നിങ്ങൾക്ക് ഹറാമാണ്, അവൻ്റെ അഭിമാനം നിങ്ങൾക്ക് ഹറാമാണ്, അവൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് ഹറാമാണ്, അതെല്ലാം നിങ്ങൾക്ക് ഹറാമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ്റെയും അഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ടതില്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെയും രഹസ്യം ചോർത്തേണ്ടതില്ല. രഹസ്യം ചോർത്തലൊക്കെ ഇപ്പോൾ വലിയ കാര്യമായ ഒരു വലിയ അമലായിട്ടാണ് ചിലർ സ്വീകരിച്ചു വരുന്നത്. മറ്റൊരാളുടെ രഹസ്യം ചോർത്തിയാൽ, അയാളുടെ രഹസ്യം ചോർത്തിയിട്ട് പരത്തിയാൽ അത് കിട്ടുന്നൊരു വലിയ ഗുണത്തെക്കുറിച്ച് ആലോചിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറാൻ. രഹസ്യം ചോർത്തണോ? ഞാൻ ചോദിക്കട്ടെ, ഒരാളൊരു വ്യഭിചാരശാലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കണ്ടു, നിങ്ങൾ അയാളെ പറ്റി പറയാൻ, അയാൾ വ്യഭിചരിച്ചു എന്ന് പറയാൻ എന്തധികാരമാണ് ദീൻ തന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്തധികാരമാണ്? ഒരാൾ കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു,
അയാൾ കള്ള് കുടിച്ചതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണവുമില്ല എന്ന് വന്നാൽ, അയാൾ അത് സ്വയം സമ്മതിക്കുന്നില്ല എന്ന് വന്നാൽ, അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ബാക്കിയാവുന്നില്ല എന്ന് വന്നാൽ, അയാളെ നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കാനുള്ള എന്തധികാരം അള്ളാഹുവിൻ്റെ ദീൻ നിങ്ങൾക്ക് തന്നു? പ്രത്യേകിച്ചും വ്യഭിചാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലോ എത്ര വലിയ സാക്ഷിത്വത്തിൻ്റെ കൃത്യമായൊരു എവിഡൻസാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു തന്നത്. അത് പറയാൻ പോലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേലാണ് എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമായി വളരെ വിസിബിളായി അങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് കാണേണ്ടി വരും. വിസിബിളാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ശരീരത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അവയവത്തിലേക്ക് തന്നെ അങ്ങനെ വിസിബിളായി കാണേണ്ടി വരും. അങ്ങനെ പറയുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതെവിടുന്നാ കാണാം? ആർക്കാ കാണാൻ പറ്റുക? അങ്ങനെ ഒരാൾ പരസ്യമായി ചെയ്യുന്നതാണോ അത്? പക്ഷേ അങ്ങനെയായിട്ട് പോയിട്ട് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും അതിങ്ങനെ വലിച്ചുവാരി അതെല്ലാം എറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശരിക്കും ദീൻ എന്താ പറഞ്ഞത്? ദീൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നയാൾക്കെതിരായി അയാൾ അത്തരമൊരു ആരോപണം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ അയാൾ വേണമെങ്കിൽ 2 കണ്ണുകൊണ്ടും ശരിക്കു കണ്ടതാണെന്ന് വിചാരിക്കുക. പക്ഷേ അയാൾക്ക് വേറെ ആരും കൂടെ കൂടാനില്ല. 4 സാക്ഷികളായി മുസ്ലിങ്ങൾ അങ്ങനെ പറയാൻ പറ്റണം? അങ്ങനെ പറയാനില്ല. അയാൾ മാത്രം പറഞ്ഞു. അയാൾ എല്ലാ രീതിയിലും പടച്ചോനെ വിളിച്ച് സത്യം ചെയ്തു പറഞ്ഞു. സമ്മതിക്കൂല എന്നല്ല ദീൻ പറഞ്ഞത്, അവനെ ഖദ്ഫിൻ്റെ അടിയടിക്കണമെന്നാണ്. അതായത് ഒരു മുസ്ലിം സഹോദരനെതിരായി വ്യഭിചാര ആരോപണം നടത്തിയവനെതിരായി ഖദ്ഫിൻ്റെ അടിയടിക്കണം. ആ വ്യഭിചാര ആരോപണം നടത്തിയവനെ അങ്ങനെ അടിച്ചു ശിക്ഷിക്കണം എന്ന് പറഞ്ഞ ദീനാണ് ഈ ദീൻ. അത്രമേൽ ശക്തമായി മറ്റൊരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരാൻ പാടില്ല എന്ന് പറഞ്ഞ ദീനാണ് ഈ ദീൻ. അതുകൊണ്ട് ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ തഹാസദു വലാ തനാജഷു. തനാജഷു, നിങ്ങളങ്ങനെ ഈ രഹസ്യം ചോർത്താൻ വേണ്ടി നടക്കണ്ട. അപ്പര് സ്പൈ വർക്ക് നടത്തേണ്ട പണിയല്ല നിങ്ങളുടേത്. വലാ തബാഗദു വലാ തദാബറു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമുഖത കാണിക്കണ്ട. നേതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാ നേതാവ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ നേതാവുണ്ടോ? ആ നേതാവിൻ്റെ സ്വഭാവം വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ലിന്തലഹും എന്നാണ്. എന്തൊരു മനോഹരം നബിയെ അങ്ങയുടെ സൗമ്യഭാവം, എന്തൊരു തൂമന്ദസ്മിതം, എന്തൊരു ഹൃദ്യമായ ജീവിതം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും. നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങ് എത്രമേൽ മനോഹരമായിട്ടാണ്, ലളിതമായിട്ടാണ്, മൃദുവായിട്ടാണ് മറ്റുള്ളവരെ സമീപിച്ചത്. വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. ഇന്നൊക്കെ പലരെയും കാണുമ്പോൾ ചിലപ്പോൾ ദുർവാസാവ് മുനീന്നൊക്കെ നമ്മൾ പുരാണത്തിൽ വായിച്ച പോലെയാണ്. പെട്ടെന്ന് ചൂടാവുക, പെട്ടെന്ന് കുഴപ്പമുണ്ടാക്കുക, അങ്ങനെയൊന്നും അല്ലായിരുന്നു. മറിച്ച് ആളുകൾ അടുത്തു വരുമ്പോൾ ആളുകളെ അടുപ്പിക്കുമായിരുന്നു. ലിന്തലഹും വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബ്. അങ്ങനെ ഒരു ദുസ്വഭാവമോ കഠിന മനസ്കതയോ ആയിരുന്നില്ല, ആളുകളെ അടുപ്പിക്കുമായിരുന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയാൻ, നബിയെ നിങ്ങൾ അനുയായികളുമായി മുഷാവറ ചെയ്യുക. വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളൊക്കെ മുഷാവറ ചെയ്യുക. എന്നിട്ട് തീരുമാനം എടുത്താലാണ് വതവക്കൽ അലല്ലാഹ് ഫതവക്കൽ അലല്ലാഹ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ആ തീരുമാനത്തെ ഉറപ്പിച്ചു നിർത്തിയിട്ട് മുന്നോട്ട് പോവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ, അതാണ് ദീൻ, അതാണ് ശരിക്കും അങ്ങനെയാകണം. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ വലിയ അനുയായികളൊന്നുമല്ല, തൻ്റെ ഭരണനിർവഹണ സമിതിയിലെ അദ്ദേഹത്തിൻ്റെ പ്രസീഡിയത്തിലെ മെമ്പർമാരായ പ്രമുഖ സഹാബാക്കളോടൊന്നുമല്ല, ആ നാട്ടിലെ ഒരു പാവപ്പെട്ട ഗ്രാമീണനോടാണ് ചോദിച്ചത്, ഞാൻ ഉമർ, ഞാൻ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഖലീഫ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ചോദിക്കാൻ, ഞാൻ ചൊവ്വാണോ, ഞാൻ ശരി ചെയ്തവനാണോ? ആലോചിച്ച് നോക്കണം, സ്വയം വിശകലനത്തിന് വിധേയാകാൻ. അപ്പോൾ ആ മനുഷ്യനെ കൈ പിടിച്ചിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ കുടിലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിലെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നല്ല മൂർച്ചയുള്ള ഖഡ്ഗം എടുത്തിട്ട് അതിങ്ങനെ ഊരിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമർ, ഇതിന് പണിയില്ലാത്തത് താങ്കൾ ചൊവ്വായതുകൊണ്ടാണ്. ആരോട് ആര് പറയുന്നു എന്ന് ആലോചിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു, ഇതിന് പണിയില്ലാതെ പോയത് താങ്കൾ ചൊവ്വായതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇതിന് പണിയാകുമായിരുന്നു എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രവിശാലമായിട്ടുള്ള പ്രദേശങ്ങളുടെ മുഴുവനും അതിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഇസ്ലാമിൻ്റെ അനിഷേധ്യനായ നായകൻ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മുസ്ലിം സഹോദരന്മാരെ, നമ്മൾ ഈ ഐക്യവും നന്മയും കളഞ്ഞു കുളിച്ചാൽ അതുണ്ടാക്കിയെടുക്കുന്ന ചിരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശത്രുവിൻ്റെ മാത്രം ചിരിയാവും. ശത്രുവിൻ്റെ മാത്രം ചിരി. കേരളം എത്ര മനോഹരമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നേടാൻ കഴിഞ്ഞത് എന്താ?
ഈ പറയപ്പെടുന്ന ഐക്യത്തിൻ്റെയും നന്മയുടെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ്. നമ്മളാരും പണിയെടുത്തതല്ല. നേരത്തെ പണിയെടുത്തവർ, നേരത്തെ ഓടി നടന്നവർ, നേരത്തെ ഇവിടെ മദ്രസയുണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നവർ. ഈ ജില്ലക്കാരനാണ് KP ഉസ്മാൻ സാഹിബ്. അദ്ദേഹം വെൺമേനാട്ടുകാരനാണ്. അദ്ദേഹം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് സമസ്തയുടെ അഭിവന്ദ്യ നേതൃത്വത്തെ മുന്നിൽ നിർത്തിയിട്ട് 1945 പറഞ്ഞത്, നമുക്കിനി രാജ്യം സ്വതന്ത്രമാകാൻ പോകാൻ. ആ ക്രാന്തദർശിയുടെ വല്ലാത്ത വാക്കാണ്. രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നമുക്കിനി നമ്മുടെ കുട്ടികളെ മതം പഠിപ്പിക്കാൻ അതിനു വേണ്ട സാഹചര്യം ഒരുക്കണം. അതുവരെ ഉണ്ടായിരുന്ന മുഹമ്മദൻ സ്കൂളുകളിൽ കുറച്ചൊക്കെ പഠിപ്പിക്കാമായിരുന്നു. ആ അനുവാദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. കാരണം രാജ്യം ഒരു മതേതര സംവിധാനത്തിലേക്ക് വരുമ്പോൾ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മതം പഠിപ്പിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്തൊരു വല്ലാത്ത ക്രാന്തദർശിത്വമാണ്, എന്തൊരു വല്ലാത്ത ദൂരക്കാഴ്ചയാണ്. ആ ദൂരക്കാഴ്ചയുള്ള മനുഷ്യൻ്റെ വർത്താനാണ് 1945 അന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞു, നമുക്ക് മദ്രസ വേണം. ലോകത്ത് ഇന്നും അങ്ങനെ ഒരു സംവിധാനം ഇതുപോലെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കാത്ത വിധം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി. അതിൻ്റെ സന്ദേശം ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് നടന്നു ചെന്ന് പറഞ്ഞു തന്ന ഒരാൾ മഹാനായ KP ഉസ്മാൻ സാഹിബാണ്. ആ സ്ഥലം കൊടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാന്നാർ അബ്ദുൽ ഖാദിർ ഹാജിയാണ്. ആ ജില്ലക്കാരനല്ല എന്ന് പറഞ്ഞാൽ ഉത്തര മലബാറിൻ്റെ ഭാഗം പോലുമല്ലാതിരുന്ന ഒരാൾ ആ സമ്പത്ത് കൊടുത്തിട്ടാണ് വിദ്യാഭ്യാസ ബോർഡ് അങ്ങനെ ചെറിയ ചെറിയ സമ്പത്തുകൾ മഹാനായ മൗലാന അബ്ദുൽ ബാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അങ്ങനെ തുടങ്ങിയ വലിയ വലിയ മനുഷ്യർ അവരുടെ വലിയ സമ്പത്തുകൾ ദാനം ചെയ്തിട്ടാണ് അത്ര വലിയൊരു അത്ഭുതകരമായ വിദ്യാഭ്യാസ പ്രവർത്തനം ഈ ഉമ്മത്തിന് നേടാൻ സാധിച്ചത്. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ഇന്ന് നമുക്ക് അതൊക്കെ അയജ്ഞ ലളിതമായി കിട്ടിയതാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അല്ല. ഈ കയ്യിലിരിക്കുന്ന ഈ ഉപഹാരം തച്ചുടക്കാൻ ഒരല്പനിമിഷം മതി. പക്ഷേ അത് നിർമ്മിച്ചുണ്ടാക്കിയവൻ്റെ വേദനയുടെയും പ്രയത്നത്തിൻ്റെയും കരളയിപ്പിക്കുന്ന വല്ലാത്ത തീവ്രയത്നത്തിൻ്റെയും ഓർമ്മകൾക്ക് മുമ്പിലിരുന്ന് നന്ദിപൂർവ്വം ചിന്തിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്കുമേലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കണം. നിങ്ങൾ ആലോചനകൾ വിടാതെ പോകണം. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഈ രാജ്യത്ത് UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി, മനുഷ്യനായ പ്രധാനമന്ത്രി, മനുഷ്യ നന്മാഗ്രഹിച്ച പ്രധാനമന്ത്രി, അദ്ദേഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിനോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും പോയി പഠിച്ചു, അന്വേഷിച്ചു. ആ അവസ്ഥകളെ മുഴുവനും അദ്ദേഹം നേരിൽ കാണാൻ വേണ്ടി ഇന്ത്യയാകെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നടന്നു. ആ കമ്മിറ്റി അങ്ങനെ നടന്നു. ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായിരുന്നു സയ്യിദ് ഹാമിദ് സാഹിബ്. ഹാമിദ് സാഹിബിനോട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഞാൻ തന്നെ ചോദിച്ചതാണ്, എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് തോന്നിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിൽ വന്ന് ഈ മുസ്ലിം അവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ റൂമിൽ നിന്ന് താഴോട്ടൊരു ദിവസം നോക്കി. ആ പുലരിവട്ടക്കാലത്ത് കയ്യിൽ പുസ്തകങ്ങളുമായി പോകുന്ന മദ്രസ വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ മോനെ എൻ്റെ കണ്ണ് നനഞ്ഞുപോയി, ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞു മഹാനായ സയ്യിദ് ഹാമിദ് സാഹിബ്. അദ്ദേഹം ഡൽഹിയിൽ ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു അന്ന്. അദ്ദേഹം ഇന്നിപ്പോൾ ഇല്ല. അന്ന് അദ്ദേഹം ഡൽഹിയിലെ ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു. അദ്ദേഹം ഇന്ദിരയുടെ കാലത്തെ വിദേശകാര്യ സെക്രട്ടറിയായ പ്രഗത്ഭനായ IAS ഓഫീസറാണ്. അങ്ങനെ പറയാൻ മാത്രം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഉദാഹരണം കണ്ടില്ലെന്ന് പറയുന്നത് ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായ ഒരു നേതാവാണ്. അങ്ങനെയുള്ളവർ അങ്ങനെ പറഞ്ഞു പോകാൻ ഇവിടെ കുറേ മനുഷ്യന്മാർ വല്ലാതെ പണിയെടുത്തിരുന്നു. അവരെ ഓർത്തെങ്കിലും പലതും നിർത്തിയിട്ടില്ലെങ്കിൽ സമുദായം ഛിന്ന ഭിന്നമായാൽ ദുർബലമായി പോയ ഉമ്മത്തിൻ്റെ ഗാത്രത്തെ രക്ഷപ്പെടുത്താൻ പോലും കഴിയാത്ത വിധം അത് വല്ലാത്ത ദൗർബല്യത്തിലേക്ക് പോകുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. വളരെ വേദനയോടെ, വളരെ ഹൃദയസ്പൃക്കോടെ തന്നെയാണ്, വളരെയേറെ തുടിക്കുന്ന ഹൃദയത്തോടെയാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും ഈ സമുദായത്തിൻ്റെ ഐക്യം തകരാതിരിക്കട്ടെ. പരസ്പരമുള്ള നന്മകളെ ചേർത്തു വെക്കാൻ, പരസ്പരം ചേർന്നു നിൽക്കാനായിരിക്കണം. ആ ചേർന്നു നിൽപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം കൂടുതൽ 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 ശോഭിതമാക്കാനാകണം നമ്മൾ പണിയെടുക്കേണ്ടത്. അല്ലാത്തൊരു വാക്ക് തകർന്നു കളഞ്ഞാൽ, തകർന്നു പോയാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്നു നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിന് വർത്തമാനം പറയാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ചിലത് പറയുമ്പോൾ സ്വയം ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഞാനിത് പറഞ്ഞത് ഇന്നതിനല്ലേ, ഞാനിങ്ങനെ പറയാൻ അതിന് കാരണം ഇന്നതല്ലേ എന്നൊക്കെ ചോദിക്കാം. അത് 1000 വട്ടം ആലോചിക്കണം. കാരണം അതിനേക്കാൾ വലിയ കാരണമായി സമുദായത്തിൻ്റെ നന്മയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, സമുദായത്തിൻ്റെ നന്മ വിചാരിച്ചാൽ അത് പറയാതിരിക്കലാണ് ഖൈറെങ്കിൽ
അത് പറയാതിരിക്കാൻ കഴിയണം. അങ്ങനെയായിരിക്കണം സമുദായത്തിൻ്റെ ചേർന്ന് നിൽക്കൽ ഉണ്ടാകേണ്ടത്. പ്രശ്നങ്ങൾ വന്നുപോയാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കാലത്തും ഇല്ലാത്തതല്ല, അതൊക്കെ സ്വാഭാവികമായി വന്നതാണ്. സ്വഹാബത്ത് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു വല്ലാത്ത സങ്കടകരമായ കാലങ്ങളെ കഴിഞ്ഞുപോയതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സ്വഹാബാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത കാലവും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സ്വഹാബത്തിനെ നാം കുറ്റം പറയുകയല്ല, അങ്ങനെയും സംഭവിക്കാറുണ്ട്, അതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നടക്കുന്നത് നേതൃത്വം തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ തീർക്കാൻ കഴിയുന്നവർ കെൽപ്പുള്ളവർ തന്നെയാണ് അവർ എന്ന ബോധ്യത്തോടു കൂടെ അവർ ആ രീതിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ കൊണ്ട് തന്നെ തീർക്കാൻ അള്ളാഹു ശേഷി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനെ ആ അർത്ഥത്തിൽ സാമാന്യ ബോധത്തോടെ ക്ഷമിച്ചുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുകയും വേണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുറാഹിമിനായ റബ്ബ് ഇനിയൊരു സമയത്തൊരു ഭിന്നതയുടെയും ഛിദ്രതയുടെയും അങ്ങനെ ഒരു സമയം സാഹചര്യം ഉണ്ടായിട്ട് അതെല്ലാം കണ്ടു തകർന്നു പോയിട്ട് എല്ലാം തകർന്നു പോയി ഒരിക്കൽ എപ്പോഴാണോ ഫെർഡിനൻഡ് ഇസബെല്ലമാരുടെ കയ്യിലേക്ക് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭിമാനമായ സ്പെയിനിൻ്റെ ഇസ്ലാമിക സംസ്കൃതിയുടെ നിർമ്മിതികളുടെ താക്കോലുകൾ കൊണ്ടുപോയി അബ്ദുള്ള രാജാവ് കൊടുത്തതുപോലെ ആർക്കും കൊടുക്കാനൊരു ദൗർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്നത് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ അങ്ങനെ ഒരുങ്ങി ദുആ ചെയ്യുക. ഈ സമുദായം ഒന്നിച്ചു നീങ്ങട്ടെ. ഈ സമുദായം ഒന്നിച്ചു നീങ്ങാൻ ആവശ്യമായ പ്രയത്നങ്ങൾക്കപ്പുറത്തുള്ള ഒറ്റ വാക്കുപോലും നമ്മുടെ വാക്കായി നമ്മുടെ നാവിൽ നിന്ന് ഉതിരാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അർഹമുറാഹിമിനായ റബ്ബ് ഈ ഉമ്മത്തിനെന്നും ഐക്യവും അത് മുൻഗാമികൾ ഉണ്ടാക്കി തന്ന മഹാന്മാരായ സാദാത്യങ്ങൾ, മഹാന്മാരായ ഉലമാക്കൽ, മഹാന്മാരായ ഉമറാക്കൽ അവരെല്ലാവരും കൂടി ചേർന്നു നടന്നത് എപ്രകാരമാണോ അതുപോലെ മുന്നോട്ട് പോകാൻ മറ്റെല്ലാ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ മാറ്റിവെച്ച് അതാണ് പ്രധാനമെന്നത് നമ്മളിപ്പോൾ അറിയുക. ചിലപ്പോൾ അങ്ങനെയാണ്, ചില ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒരു സമയം വരെ പറ്റൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രളയം വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയാണ് ഇതെൻ്റെ വീടാണ്, ഇവിടുന്ന് ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് ആ പ്രളയം നിങ്ങളെയും കൊണ്ടുപോകും എന്ന പോലെയാണ് ചില സമയത്തുള്ള ന്യായങ്ങൾ ഇനി അവസാനിപ്പിക്കേണ്ടതാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. എന്നിട്ട് അതവിടെ അവസാനിപ്പിച്ചിട്ട് അതിനേക്കാൾ വലുതാണ് മറിച്ച് സമുദായമെന്ന ജീവിതം എന്ന ബോധ്യമുണ്ടായാൽ തീരും, എല്ലാം അവസാനിച്ചു പോകും. എല്ലാം അവസാനിക്കട്ടെ. ഐക്യം, നന്മയും സൗഹൃദവും നിലനിൽക്കുന്നത് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അസാസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനാവശ്യങ്ങൾ ഇതൊക്കെ ഞാൻ എൻ്റെ ആശങ്ക പറയാൻ ഇതെല്ലാം നിലനിൽക്കണ്ടേ. എന്തൊരു മനോഹരമായിട്ടുള്ള സമാധാന ജീവിതമാണ് ഇവിടെ ഈ കുട്ടികൾ പഠിക്കുന്നു, ഇതുപോലെ എല്ലാ ഇടങ്ങളിലും പഠിക്കുന്നു. തകർന്നാൽ ആർക്കാ നഷ്ടം? ആ നഷ്ടമുണ്ടാകാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന സഹോദരന്മാർ, പ്രവാസ ലോകത്തും ഇവിടെയൊക്കെ ഉള്ളവർ, നല്ല സഹൃദയർ, അർഹമുറാഹിമിനായ റബ്ബേ അവർക്ക് നീ തിരിച്ചും സഹായം നൽകണേ. അള്ളാഹ് രണ്ടു ലോകവും നീ അവരെ സഹായിക്കണേ റഹ്മാനെ, രണ്ടു ലോകത്തും സഹായിക്കണേ തമ്പുരാനെ. അരക്ക് കീഴ്പോട്ട് സ്വാധീനമില്ലാത്ത, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത, ബ്ലഡിൽ വൈറസ് ബാധിച്ച അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ്റെ ചികിത്സാ ചെലവിലേക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തുകൊണ്ടൊരു സദഖ ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ രീതിയിൽ ഈ ദിവസത്തെ കൂടുതൽ ധന്യമാക്കണമെന്ന് കൂടി അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.